സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ദയനീയ ഇന്നിംഗ്സിലൂടെ നാണക്കേടിന്റെ ലിസ്റ്റിലും ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് ഇടം നേടിയിരിക്കുകയാണ്. IPL-ൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ ഒരു ബൗണ്ടറി പോലും പവർ പ്ലേയിൽ നേടിയിട്ടില്ലാത്ത താരമെന്ന ദയനീയ റെക്കോർഡാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. ഈ മാച്ചിൽ CSKയുടെ 2 പ്രധാന വിക്കറ്റുകൾക്ക് പിന്നിലെ വില്ലനും ഋതുരാജാണ്. ആദ്യം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ മടക്കിയ അദ്ദേഹം പിന്നീട് വെടിക്കെട്ട് താരം ഉർവിൽ പട്ടേലിന്റെ പുറത്താവലിനും കാരണക്കാരനായി. ഓപ്പണിംഗ് വിക്കറ്റിൽ സഞ്ജു ഋതുരാജ് ജോഡി 31 റൺസ് ആണ് നേടിയത്. ഇതിൽ 27 റൺസും സഞ്ജുവിന്റെ ബാറ്റിംഗിൽ നിന്നായിരുന്നു. ഋതുരാജിന്റെ ഡിഫൻസീവ് ഗെയിം കാരണം അദ്ദേഹത്തിന് കൂടുതൽ റിസ്കുകൾ എടുക്കേണ്ടി വന്നത് വൈകാതെ തന്നെ പുറത്താവലിനും വഴിയൊരുക്കി. ഉർവിലിന് സംഭവിച്ചതും ഇതുതന്നെയാണ്. MS ധോണിയുടെ പിൻഗാമിയായി 2 സീസൺ മുൻപാണ് ഋതുരാജ് ഗെയ്ക്വാദ് ചെന്നൈയുടെ ക്യാപ്റ്റൻ ആകുന്നത്. എന്നാൽ ഈ സീസണിൽ സഞ്ജു സാംസൺ ചെന്നൈ ടീമിലേക്ക് എത്തിയതോടെ ഋതുരാജിന്റെ നായക സ്ഥാനത്തിന് മേൽ സമ്മർദ്ദമേറി. അടുത്ത സീസണിൽ ഋതുരാജ് ഗെയ്ക്വാദ് തന്നെ ചെന്നൈയുടെ ക്യാപ്റ്റനായി തുടരുമോ എന്ന കാര്യത്തിൽ വലിയൊരു ചോദ്യചിഹ്നമുണ്ട്. കാരണം സഞ്ജു സാംസൺ ഇപ്പോൾ CSK നായക സ്ഥാനത്തേക്ക് പരിഗണനയിലുണ്ട്. MS ധോണി, രവീന്ദ്ര ജഡേജ, സുരേഷ് റെയ്ന എന്നിവർക്ക് ശേഷം ചെന്നൈയെ നയിക്കുന്ന 4ാമത്തെ താരമാണ് ഋതുരാജ് ഗെയ്ക്വാദ്. എന്നാൽ നായകൻ എന്ന നിലയിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ഋതുരാജിന് കീഴിൽ 32 മത്സരങ്ങൾ കളിച്ച ചെന്നൈ 14 എണ്ണത്തിൽ മാത്രമാണ് വിജയിച്ചത്. 18 മത്സരങ്ങളിലും ടീം പരാജയപ്പെട്ടു. ഹൈദരാബാദിനെതിരെയുള്ള കഴിഞ്ഞ മത്സരത്തിലും 21 പന്തിൽ 15 റൺസ് എടുത്ത ഋതുരാജിന്റെ ബാറ്റിംഗും വിമർശിക്കപ്പെട്ടു. ധോണിയുടെ പകരക്കാരനാവുക എന്ന സമ്മർദ്ദം ഋതുരാജിന്റെ ബാറ്റിംഗിനെയും നായകത്വത്തെയും ബാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം.